സത്യത്തിൽ ഈ വായനയുടെ ലഹരിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ലഹരി പിടിച്ച് വായിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ പേരിലുള്ള സ്മാരകത്തിലാണ്. അത് കെ വി സുരേന്ദ്രനാഥാണ്. ഈ ജീവിതത്തിലും വായനയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരാളാണ് പ്രൊഫസർ എം കൃഷ്ണൻ നായർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണൻ നായർ സാറിനെ പരിചയമുള്ളവരാണ്, നേരിട്ട് കണ്ടിട്ടുള്ളവരോ സംസാരിച്ചിട്ടുള്ളവരാണ് എൻ്റെ മുന്നിലുള്ളത്. 36 കൊല്ലം അദ്ദേഹം സാഹിത്യവാരഫലം എന്ന പംക്തി 3 വാരികകളിലായി എഴുതി. ആയിരക്കണക്കിന് ശത്രുക്കളെ അദ്ദേഹം സൃഷ്ടിച്ചു. മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെയാണ് അദ്ദേഹം എഴുത്തുകൊണ്ട് സൃഷ്ടിച്ചത്. ഇതെങ്ങനെങ്കിലും ഈ കോളം ഒന്ന് അവസാനിച്ചു പോണേ എന്ന ആളുകൾ, എഴുത്തുകാർ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിലെ കടലാസ് നശിപ്പിക്കുന്നതിൽ നിന്ന് ഒരുപാട് എഴുത്തുകാർ കടലാസ് നശിപ്പിക്കുന്ന മലയാളത്തെ രക്ഷിച്ചതും കൃഷ്ണൻ നായരാണ്. ഒരുപാട് പേര് കൃഷ്ണൻ നായരുടെ ശരങ്ങളേറ്റ് ഈ വിമർശനത്തിൻ്റെ രൂക്ഷതയും പരിഹാസ രൂക്ഷതയും കൊണ്ട് എഴുത്ത് നിർത്തിപ്പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കൃഷ്ണൻ നായർ സാറ് മരിച്ച് 17 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സാഹിത്യവാരഫലം 17 കൊല്ലമായി ആളുകൾ മറന്നുപോയി. അതുപോലെയൊക്കെ അതിനെ അനുകരിച്ച് അതിൻ്റെ മിമിക്രിയൊക്കെ ആയിട്ട് ആളുകൾ എഴുതുന്നുണ്ട്. അതൊന്നും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. കൃഷ്ണൻ നായർ എഴുതും പോലെ ആയില്ല. ഈ 17 കൊല്ലത്തിന് ശേഷം ഇത് മുഴുവൻ പ്രസിദ്ധീകരിക്കാൻ ഈ 36 കൊല്ലം കൃഷ്ണൻ നായർ എഴുതിയ സാഹിത്യവാരഫലവും ഒരുമിച്ച് പല വോള്യങ്ങളായി പ്രസിദ്ധീകരിക്കാൻ മാതൃഭൂമി തീരുമാനിച്ചപ്പോൾ അവർ എന്നെയാണ് എൻ്റെ എഡിറ്ററായി ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അത് മലയാള നാട്ടിലാണ് ആദ്യത്തെ 17 കൊല്ലം അദ്ദേഹം എഴുതിയത്. പിന്നീട് കലാകൗമുദിയിലും മലയാളം വാരികയിലാണ്. ഈ കലാകൗമുദിയും മലയാളം വാരികയും ഒക്കെ ലൈബ്രറികളിൽ കിട്ടിയേക്കും. മലയാള നാട് വാരിക കിട്ടുക എളുപ്പമല്ല. കാരണം അതാരും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. കാരണം അതിനൊരു സെൻസേഷണലിസം ഉണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ വായിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് വളരെ സെൻസേഷണലായ പമ്മൻ്റെ വഷളനൊക്കെ വന്ന ഒരു കാലമാണ്. ചെറുപ്പക്കാരൊക്കെ ഒരു ആവേശത്തിൽ അത് വായിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ലൈബ്രറികൾ അത് സൂക്ഷിക്കാറില്ലായിരുന്നു. പേഴ്സണൽ കളക്ഷനും ഇല്ല. ആ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടിപ്പോയി. വളരെ അധ്വാനിച്ച് ഇത് കണ്ടെത്തി 7000 പേജിൽ മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചു. വലിയ വോള്യങ്ങളാണ്, എൻസൈക്ലോപീഡിയ വലിപ്പത്തിലുള്ള 6 വോള്യമായിട്ട് 7000 പേജിൽ ഞാനത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച 5 കൊല്ലത്തോളം നീണ്ടുന്നൊരു ജോലിയാണ്. ഈ സാഹിത്യവാരഫലം മുഴുവൻ എഴുത്തുകാർക്ക് ആളുകൾക്കൊക്കെയുള്ള ചീത്തകളുണ്ട്, അതിരൂക്ഷമാണ്. ഇന്നത്തെ കാലത്ത് കൃഷ്ണൻ നായർ അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രശ്നമായി, വലിയ പ്രശ്നമായിപ്പോയേനെ. ഇതിനകത്ത് കൃഷ്ണൻ നായരുടെ ചീത്ത കേൾക്കാത്ത 3 ആളുകളെ ഉള്ളൂ. ഈ 36 കൊല്ലത്തിനിടയിൽ ഈ ലോകത്തുള്ള സമസ്ത ആളുകളെയും പ്രൊഫസർ എം കൃഷ്ണൻ നായർ അതിരൂക്ഷമായി ആക്രമിച്ചിട്ടും കൃഷ്ണൻ നായർ 3 ആളുകളെ ഒന്നും പറഞ്ഞിട്ടില്ല, പ്രശംസിച്ചിട്ടേ ഉള്ളൂ. അതിലൊന്ന് MT വാസുദേവൻ നായർ, 2 OV വിജയൻ, 3-മത്തേത് തൻ്റെ സഹപാഠിയായ KV സുരേന്ദ്രനാഥ്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും സ്നേഹമസൃണമായി, കൃഷ്ണൻ നായരുടെ സ്നേഹമൊന്നും ഒരിക്കലും ഈ സാഹിത്യവാരഫലത്തിൽ വഴിഞ്ഞൊഴുകാറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഹൃദയശുദ്ധിയും അത് അങ്ങേയറ്റത്തെ ആദരവുമെല്ലാം തൻ്റെ സഹപാഠിയോട് പ്രദർശിപ്പിക്കുകയും KV സുരേന്ദ്രനാഥിൻ്റെ സമഗ്രമായൊരു ജീവിത ചിത്രം സാഹിത്യവാരഫലം മുഴുവൻ വായിക്കുന്നവർക്ക് തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. KV സുരേന്ദ്രനാഥിൻ്റെ മനുഷ്യത്വമോ രാഷ്ട്രീയമോ അല്ല കൃഷ്ണൻ നായർ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നത്. എങ്ങനെയാണ് KV സുരേന്ദ്രനാഥ് എന്ന അസാധാരണനായ വായനക്കാരൻ, അസാധാരണനായ വിദ്യാർത്ഥി, ഇംഗ്ലീഷ് ഭാഷയിൽ അസാധാരണമായ മാസ്റ്ററി ഉണ്ടായിരുന്ന ഒരാൾ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിന്നത്? അദ്ദേഹത്തിൻ്റെ പേരുള്ള ഈ സ്മാരകത്തിലാണ് വായനയാണ് ലഹരി എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പം പുസ്തകം വായിക്കുകയല്ലാതെ മറ്റൊരു ജോലിയും ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞു പോകുന്ന ഒരാളാണ് ഞാൻ. വേറെ പ്രവൃത്തിയൊന്നും ചെയ്യാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് പുസ്തകം വായിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ കാലത്ത് പുസ്തകം വായന കുറഞ്ഞു വരികയാണ്, ആളുകളുടെ വായന കുറഞ്ഞു വരികയാണെന്നുള്ള ഒരു ആരോപണവും പൊതുവെ എല്ലായിടും ഉണ്ട്. ചിലപ്പോൾ പുസ്തകം വായന ആയിരിക്കാം കുറയുന്നത്, അച്ചടിച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തു കാശ് കൊടുത്ത് വാങ്ങുന്നില്ലായിരിക്കാം. പക്ഷെ മറ്റു തരത്തിൽ ആളുകളുടെ വായന തുടരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വായിക്കുന്നതായാലും PDF രൂപത്തിലായാലും ബുക്കുകളുടെ വായനയായാലും ഒക്കെയുള്ള വായന മറ്റു തരത്തിൽ വായനയുടെ മാധ്യമാന്തരണം നടക്കുകയാണ്. നമ്മൾ അച്ചടിച്ച പുസ്തകത്തെയാണ് നമ്മുടെ തലമുറ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഈ ഒരുപക്ഷെ ലോകത്തെ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് അച്ചടിച്ച പുസ്തകത്തെ ആധാരമാക്കിയാണ്, പുസ്തകങ്ങളെയാണ്. അപ്പോൾ ക്രിസ്തുമതവും ഈ സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ, ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും പുസ്തകത്തെയാണ് എല്ലാത്തിൻ്റെയും ആധാരമായി കാണുന്നത്. ഹിന്ദുക്കളും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. മറ്റ് ദൈവങ്ങളുണ്ടെങ്കിലും പുസ്തകത്തിന് വേണ്ടി ഒരു ദേവതയെ സങ്കല്പിച്ചവരാണ് ഹിന്ദുക്കൾ. മതങ്ങളുടെ മുഴുവൻ ആധാരം പുസ്തകം. കമ്മ്യൂണിസ്റ്റുകളെ നോക്കൂ, കമ്മ്യൂണിസ്റ്റുകളുടെയും ആധാരം പുസ്തകമാണ്. പുസ്തകത്തിലെ സൈദ്ധാന്തിക പരികല്പനകളുടെ പ്രയോഗമാണ്, തിയറിയും പ്രാക്ടീസുമായിട്ടാണ് അവർ രാഷ്ട്രീയത്തെ കാണുന്നത്. ഇങ്ങനൊരു പാരമ്പര്യം മനുഷ്യനുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ
ഈ വായന പല രൂപങ്ങളിൽ പരിവർത്തിപ്പിക്കണം. എൻ്റെ മാധ്യമം മാറുന്നു എന്നേ ഉള്ളൂ, അടിസ്ഥാനപരമായി വായന നഷ്ടപ്പെടുന്നതേ ഇല്ല. പിന്നെ ആളുകളുടെ വായന കുറഞ്ഞു പോകുന്നതിന് കാരണം പണ്ടുള്ള ആളുകൾക്ക് വായന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഒരു ആനന്ദോപാധി. ഇന്നത്തെ ആളുകൾക്ക് അതല്ല, പലതരം കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, കുട്ടികളല്ല ചെറുപ്പക്കാർ പൊതുവേ റീൽസ് എന്ന് പറഞ്ഞ പുതിയ ഒരു ആവിഷ്കാര രീതിയുണ്ട് ഇല്ലേ. 1 മിനിറ്റിൽ താഴെയുള്ള മൊബൈൽ ഫോണിൽ വരുന്ന റീൽസിലാണ് ഭൂരിപക്ഷം പേരും അവരുടെ സമയം മുഴുവൻ ചെലവിടുന്നത്. കാരണം വായനയുടെ മറ്റൊരു രൂപമായ കാഴ്ചയാണത്. ഇത് ഒരെണ്ണം കണ്ടു തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ല, അടുത്തത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. റീൽസ് ലഹരി എന്നൊരു സംഗതി കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും അർത്ഥശൂന്യമായ താൽക്കാലികമായ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോ സാമൂഹികമായ യഥാർത്ഥ പ്രശ്നങ്ങളോ രാഷ്ട്രീയമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ നമ്മൾ മറന്നു പോവുകയും ഇതിൻ്റെ തമാശയിലോ ഇതുണ്ടാക്കുന്ന കൗതുകത്തിലോ അപ്പം തരുന്ന താൽക്കാലികമായ ആനന്ദങ്ങളിലോ നമ്മൾ രസിച്ചു പോകുന്നുണ്ടാവാം. അതേസമയം പുസ്തകത്തിൻ്റെ വ്യാപാരം ലോകത്ത് കുറയുന്നില്ല. നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യമാണ് ലൈബ്രറികൾ. ഇവിടെ ഒരു ലൈബ്രറി, 7000 പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി സുരേന്ദ്രനാഥ് സ്മാരകത്തിൽ ഉണ്ടാകുന്നു. ഓരോ ദിവസവും കേരളത്തിൽ പുതിയ ലൈബ്രറികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകമേളകൾ ധാരാളം പുസ്തകങ്ങൾ വിൽക്കുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അപ്പോൾ വായന കുറയുകയും പുസ്തകം വിൽപ്പന കൂടുകയും ചെയ്യുന്ന വല്ലാത്തൊരു വൈരുദ്ധ്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതേ സമയം തന്നെ ലോകത്ത് മുഴുവൻ ഈ പുസ്തകങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഇങ്ങനെ ആചരിക്കുന്നു. ഈ വേൾഡ് ബുക്ക് ഡേ എന്ന് പറഞ്ഞ ഏപ്രിൽ 23 ഒരു ദിവസമുണ്ട്. ഞാനത് പറയാൻ കാര്യം, ഏപ്രിൽ 23 ഈ വേൾഡ് ബുക്ക് ഡേ ആചരിക്കുന്നത് ഷേക്സ്പിയറിൻ്റെ ജന്മദിനം എന്നാണ് സങ്കല്പം. സത്യത്തിൽ ഈ ഷേക്സ്പിയറിൻ്റെ ജന്മദിനവും ചരമദിനവും ഒന്ന് തന്നെയാണ്, 2 ഏപ്രിൽ 23. യഥാർത്ഥത്തിൽ ഏപ്രിൽ 23 ഷേക്സ്പിയർ ജനിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും ഒരു തീർച്ചയുമില്ല. ഷേക്സ്പിയർ ജനിച്ച കാലത്ത് ഈ അവിടുത്തെ പള്ളി, അന്നത്തെ ഇംഗ്ലണ്ടിലെ ക്രൈസ്തവരുടെ ആചാരം അനുസരിച്ച് ഒരു കുട്ടി ജനിച്ചാൽ 3-ാം ദിവസം മാമോദീസ മുക്കണം എന്നാണ്. അങ്ങനെ ഷേക്സ്പിയർ ജനിച്ച സ്ട്രാറ്റ്ഫർഡ് അപ്പോൺ അവൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവൺ നദിക്കരയിലെ സ്ട്രാറ്റ്ഫർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടുത്തെ പള്ളിയിൽ ഒരു ഷാക്സ്പിയർ എന്ന് പറഞ്ഞ ഒരാളിനെ, അന്ന് ഷേക്സ്പിയർ എന്നുള്ള ഇന്നത്തെ സ്പെല്ലിംഗ് അല്ല, ഷാക്സ്പിയർ എന്നായിരുന്നു സ്പെല്ലിംഗ്, ഏപ്രിൽ 26-ാം തീയതി മാമോദീസ മുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏപ്രിൽ 26 പിന്നീട് പലപ്പോഴും ഈ ഷാക്സ്പിയർ എന്ന് പറഞ്ഞ ഒരു നാടകക്കാരനെ കുറിച്ചുള്ള പരാമർശങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നീടാണ് സ്പെല്ലിങ് ഇന്നത്തെ അർത്ഥത്തിലുള്ള ഷേക്സ്പിയർ എന്നുള്ള സ്പെല്ലിങ് ഇംഗ്ലീഷിൽ ഉറച്ചത്. ഈ അങ്ങനെയാണെങ്കിൽ 23-നായിരിക്കും ജനിച്ചത്. 26-ാം തീയതി മാമോദീസ മുക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആചാരമനുസരിച്ച് 3 ദിവസം മുമ്പ് ജനിച്ചു കാണും. അങ്ങനെ ഷേക്സ്പിയറിൻ്റെ ജനന ദിവസം ഏപ്രിൽ 23 ഇംഗ്ലീഷ് പണ്ഡിതന്മാരെല്ലാം കൂടി തീരുമാനിച്ചു. അപ്പോൾ ഒരു പ്രശ്നം വന്നു, നീ മരിച്ച എന്നാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു രേഖയുമില്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, പള്ളിയിൽ അടയ്ക്കേണ്ട രേഖയൊന്നുമില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു, എന്നാൽ ആ ജനിച്ച ദിവസം തന്നെ മരിച്ച ദിവസവും ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. എന്നാൽ അതേ സമയത്ത് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആ കാലത്ത് ഇംഗ്ലണ്ടിൽ ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന കലണ്ടറുടെ പേര് ഗ്രിഗോറിയൻ കലണ്ടറാണ്. അത് പോപ്പ് ഗ്രിഗറി അംഗീകരിച്ച് കലണ്ടറാണ്. അന്നുണ്ടായിരുന്നത് ജൂലിയൻ കലണ്ടറാണ്. ആ ജൂലിയൻ കലണ്ടറും ഈ ഇന്നത്തെ നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറും ഏതാണ്ട് 10 ദിവസത്തെ വ്യത്യാസമുണ്ട് എന്നുള്ള അറിയാമോ? റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം യഥാർത്ഥത്തിൽ നടന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് നവംബറിലാണ്, ഒക്ടോബറിലല്ല. കാരണം പഴയ ജൂലിയൻ കലണ്ടറാണ് റഷ്യ അന്ന് അംഗീകരിച്ചത്. അതുകൊണ്ട് അത് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ അത് നവംബർ മാസത്തിലാണ് അത് നടന്നത്. ശരിക്കും ഏപ്രിൽ 23-നല്ല. അങ്ങനെയാണെങ്കിൽ ഷേക്സ്പിയർ ജനിച്ചത് പിന്നെ ആ 23-ന് 10 ദിവസത്തെയോ 8 ദിവസത്തെയോ വ്യത്യാസം അതിനുണ്ട്. എന്നാൽ അതേസമയം ഷേക്സ്പിയറുടെ കാലത്ത് സ്പെയിനിൽ ജീവിച്ചിരുന്ന മഹാനായ മറ്റൊരെഴുത്തുകാരൻ ഈ ഏപ്രിൽ 23-നാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് മിഗേൽ സെർവാന്തസ് എന്നാണ്. സെർവാന്തസിൻ്റെ കഥാപാത്രത്തെ നിങ്ങളറിയും. സെർവാന്തസിനെ അറിഞ്ഞില്ലെങ്കിലും അത് ഡോൺ കിക്സോട്ട് എന്ന പുസ്തകം വായിച്ച് ഭ്രാന്തനായ മനുഷ്യനാണ്. ഈ ഡോൺ കിക്സോട്ടിൻ്റെ ഒരു പ്രത്യേകത, സ്പെയിനിലെ ഒരു ഇടത്തരം കർഷകനായിരുന്നു ഈ ഡോൺ കിക്സോട്ട്. ഡോൺ കിക്സോട്ടിന് ആകെ അറിയാവുന്ന പണി, കൃഷി കൊണ്ടൊന്നും വലിയ വരുമാനമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വളരെ ആവേശപൂർവ്വം ചെയ്തിരുന്നത് അന്ന് അവിടെ കിട്ടുമായിരുന്ന വീരകഥകൾ, നമ്മുടെ പൈങ്കിളി നോവലുകൾ എന്നൊക്കെ പറയും പോലുള്ള മധ്യകാലത്തെ ഫ്രാൻസിലെയൊക്കെ ചില വീരയോദ്ധാക്കളുടെ അത്ഭുത കൃത്യങ്ങൾ, രാക്ഷസന്മാരെയെല്ലാം അടിച്ചു തോൽപ്പിക്കുന്ന വീരയോദ്ധാക്കളെക്കുറിച്ചുള്ള കഥകൾ വായിക്കും. ഈ കഥകൾ വായിച്ച് ഡോൺ കിക്സോട്ടിന് ആകെ ഭ്രാന്തായി. പതുക്കെ നൊസ് പിടികൂടുകയാണ്. ഭ്രാന്ത് വന്നിട്ട് അദ്ദേഹം ഈ വീരയോദ്ധാക്കളിലെ പോലെ ഒരാളാണ് ഞാൻ എന്ന് അയാൾക്ക് തോന്നാൻ തുടങ്ങും. ആ വീരയോദ്ധാക്കന്മാരെന്ന് പറഞ്ഞാൽ നൈറ്റ്സ് എന്നാണ് അവർ വിളിക്കുന്നത്. ഈ നൈറ്റ്സ്
കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ സഞ്ചരിക്കുന്നു, ദുഷ്ടന്മാരുമായി ഏറ്റുമുട്ടുന്നു, രാജകുമാരികളെ രക്ഷിക്കുന്നു, പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും സഹായിക്കുന്നു. അങ്ങനെ ലോകരക്ഷകരായി നടക്കുന്ന അത്ഭുത കൃത്യങ്ങൾ ചെയ്യുന്നവരാണ് നൈറ്റ്സ്, പ്രഭുക്കന്മാർ. അപ്പോൾ ഇതുപോലെ ഒരാളാണ് ഞാനെന്ന് അയാൾ വിചാരിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഭാവിയിൽ ഇങ്ങനെ യാത്രകൾ ചെയ്യും, പല ദുഷ്ടന്മാരെ കീഴടക്കും, എന്നിട്ട് ദ്വീപുകൾ പിടിച്ചെടുക്കും. അപ്പോൾ ഈ ഡോൺ കിക്സോട്ടിൻ്റെ വീട്ടിനടുത്ത് സ്കൂളിലെങ്ങും പഠിച്ചിട്ടില്ലാത്ത നിരക്ഷരനായ സാങ്കോപാൻസ എന്നു പേരുള്ളൊരു കർഷകനുണ്ടായിരുന്നു. സാങ്കോപാൻസ മാത്രമാണ് ഇയാൾ പറഞ്ഞ കഥകളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചത്. എന്നാൽ ഇയാൾക്ക് ഇച്ചിരി ഭ്രാന്തിൻ്റെ അസുഖം ഉണ്ടെന്ന് വീട്ടിലെ ഇയാളുടെ ഒരു അനന്തരവൾക്കറിയാം, നാട്ടിലെ പള്ളിയിലെ വികാരിക്കറിയാം, അവിടെ ഒരു ബാർബറുണ്ട് ഇയാളുടെ സുഹൃത്തായി, ബാർബർക്കും അറിയാം. ആശാന് നൊസ്സാണ്, ഈ പറയുന്നൊന്നും വിശ്വസിക്കരുത്. പക്ഷേ സാങ്കോപാൻസ ഇത് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ലോകം കീഴടക്കാനുള്ള ഡോൺ കിക്സോട്ടിൻ്റെ പുറപ്പാടിൽ സഹായിയായിട്ട് കൂടെ പോവുകയും ചെയ്തു. ആദ്യമായിട്ട് ഈ വലിയൊരു പ്രഭുവാകുമ്പോൾ, വീരയോദ്ധാവാകുമ്പോൾ ഒരു കുതിര വേണം. പക്ഷെ കുതിരയൊന്നുമില്ല, വീട്ടിലുള്ള ഒരു ചാവാലി കുതിര, എപ്പോഴും വീണ ചത്തുപോകാൻ സാധ്യതയുള്ള ഒരു കുതിരയാണ്. ആ കുതിരയെ പിടിച്ച് എന്നെ റോസിനാന്തേ എന്ന് പേരിട്ടു. പിന്നെ ഈ പ്രഭുക്കന്മാർക്കെല്ലാം ഒരു സാങ്കല്പിക കാമുകി ഉണ്ടാവും, അത്ഭുതകരമായ സൗന്ദര്യമുള്ള ഒരു കാമുകി വേണമെന്നാണ്. ഈ കാമുകിക്ക് വേണ്ടി അയാൾ ജീവിക്കുന്നത്. പക്ഷേ ഈ വയസ്സനായ 50 വയസ്സ് പ്രായമുള്ള ഡോൺ കിക്സോട്ടിന് ഒരു കാമുകിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു കർഷകൻ്റെ വീട്ടിൽ ഒരു മകളായ, സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലാത്ത നിരക്ഷരയായ ഒരു പാവം പെങ്കൊച്ചിനെ സ്വന്തം കാമുകിയായിട്ട് അയാളങ്ങ് സങ്കല്പിച്ച്, അവളതറിഞ്ഞിട്ടില്ല, കാമുകിയെ സങ്കല്പിച്ച് യാത്രയ്ക്ക് പോയി. അങ്ങനെ പോണ വഴിയിൽ വലിയ സാഹസങ്ങളിൽ ഇടപെട്ടു. സാഹസം വേറൊന്നുമല്ല, ഈ കാറ്റാടി യന്ത്രം കണ്ടപ്പോൾ അത് രാക്ഷസന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനോട് പോയി യുദ്ധം ചെയ്ത് കാറ്റാടി തലയിലടിച്ച് ആകെ പരിക്കേറ്റു. പിന്നെ 2-3 കന്യാസ്ത്രീകളെ ഒരു യാത്ര പോവായിരുന്നു. ആ കന്യാസ്ത്രീകളെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് പോയി അവരോട് അടികൂടി ആരോ ഒരു വടിയെടുത്ത് ഇയാളെ തലയിലടിച്ചു. ഇങ്ങനെ കുഴപ്പം പറ്റി. അപ്പോൾ തലയിൽ വലിയ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഈ യോദ്ധാക്കന്മാർക്ക് വലിയ തൊപ്പി വേണമല്ലോ, ശിരോകവചം വേണം. അതൊരു ബാർബറുടെ പഴയ പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഈ സോപ്പ് കലക്കി ഷേവ് ചെയ്യാനുള്ള ഈ പാത്രമാണ് പുള്ളി തലയിൽ വെച്ചോണ്ട്. ഇങ്ങനൊരു വിഡ്ഢിയായ മനുഷ്യനാണ്. ഈ വിഡ്ഢിയായ മനുഷ്യൻ ഒരുപാട് വിഡ്ഢിത്തരം കാണിക്കുകയും ഇത് മുഴുവൻ ഈ പുസ്തകം വായിച്ച് ഭ്രാന്തായി പോയതാണ്. അപ്പോൾ ഈ പള്ളിയിൽ അച്ഛൻ തീരുമാനിച്ചു, അച്ഛനും കൂട്ടുകാരനായ ബാർബറും ഈ അനന്തരവളും കൂടെ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഈ പുസ്തകം വായിച്ച് മനുഷ്യന് ഭ്രാന്താകുന്നതിൽ നിന്ന്, വായന ലഹരിയുടെ മറുവശത്ത് ഭ്രാന്തും കൂടിയാണ്, രക്ഷിക്കണം തീരുമാനിച്ച് ഈ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ച് കളഞ്ഞു എന്ന് മാത്രമല്ല, ഇയാൾ ഈ പരിക്കേറ്റ് ബോധം കെട്ട് കിടന്ന ദിവസങ്ങളിൽ അയാൾ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത് ചുമരി കെട്ടി അടച്ചു കളഞ്ഞു. അപ്പോൾ അയാൾ ബോധമൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നില്ല, അവിടെ ജനലുമൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കാണില്ല, അപ്പോൾ ഒരു ചുമര് മാത്രം. അപ്പോൾ അയാൾ ചോദിച്ചു, എവിടെ പോയി പുസ്തകങ്ങൾ? പറഞ്ഞു, ഏതോ രാക്ഷസന്മാർ വന്ന് ഇതെല്ലാം അപ്രത്യക്ഷമായി. ഇയാളുടെ കഥകളിലേക്ക് അത്തരം രാക്ഷസന്മാരാണ് ഉള്ളത്. അപ്പോൾ അത് ഡോൺ കിക്സോട്ട് വിശ്വസിച്ചു. അപ്പോൾ സാധാരണ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ, ഞാനിത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ കഥ, ഈ കഥ വരെ വെച്ച് ഈ നോവൽ അവസാനിക്കുന്ന ആൾ വിചാരിച്ചു. എന്നാൽ അങ്ങനെ അല്ല. ഇത് കഴിഞ്ഞ് ഈ നോവൽ 1000ഓളം പേജുകളുള്ളൊരു വലിയ നോവലാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്താണ് ഈ വിഡ്ഢിക്കഥകളുള്ളത്. അത് കഴിഞ്ഞുള്ള പേജുകൾ മുഴുവൻ ഇയാൾ നടത്തുന്ന അസാധാരണമായ മറ്റ് സാഹസങ്ങളാണ്. വീണ്ടും പുസ്തകം വായിച്ച ഭ്രാന്ത് കയറിയ ഡോൺ കിക്സോട്ട് തൻ്റെ സഹായിയായ സാങ്കോപാൻസയും കൊണ്ട് യാത്രയ്ക്ക് പോവുകയും പതുക്കെ ഒരുപാട് വിചിത്ര അനുഭവങ്ങളിലൂടെ നീങ്ങി ഒരു പരമവിശുദ്ധനും ജ്ഞാനിയുമായ മനുഷ്യനുമായി മാറും. വിഡ്ഢിയാണെന്ന് നാം വിചാരിച്ചിരുന്ന സാങ്കോപാൻസ വളരെ യുക്തിപരമായ അഭിപ്രായങ്ങൾ പറയും. ഇതാ, ഞാനൊരു രാക്ഷസ തോൽപ്പിച്ചത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാങ്കോപാൻസ പറയും, യജമാനൻ അങ്ങേക്ക് മാത്രമാണ് ഇത് രാക്ഷസനായി തോന്നിയത്, എനിക്കിതൊരു പാവപ്പെട്ട കാളയായിട്ടാണ് അത് തോന്നിയത് എന്നിങ്ങനെ യുക്തിപരമായ അഭിപ്രായം പറയും. അയാളൊരു ജ്ഞാനിയായി മാറുന്നതായി നമ്മൾ മനസ്സിലാക്കണം. ഈ പുസ്തകത്തിൽ ആദ്യം നമ്മൾ വിഡ്ഢിത്തരം വായിച്ച് ചിരിക്കാൻ തുടങ്ങും. പതുക്കെ ഈ മുറിവേറ്റ ഭ്രാന്തനായ മനുഷ്യൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുകയും അയാളെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് ഡോൺ കിക്സോട്ട് വൃദ്ധനായി വീട്ടിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾക്ക് അധികം ദിവസങ്ങൾ ശേഷിച്ചിരുന്നില്ല. അപ്പോഴേക്കും അയാളുടെ സാഹസ സഞ്ചാരങ്ങൾ മുഴുവൻ കഴിഞ്ഞ് താൻ ചെയ്തത് മുഴുവൻ വിഡ്ഢിത്തരമായിരുന്നുവെന്നും ഈ അനാവശ്യമായ പുസ്തകങ്ങൾ വായിച്ച് നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത തനിക്ക് ഭ്രാന്തായിരുന്നുവെന്നും അയാൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ മരണക്കിടക്കയിൽ കിടക്കാൻ നേരത്ത് അയാൾ തൻ്റെ സ്വത്ത് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വീതം വെച്ച് കൊടുത്തു. അവസാനം അച്ഛൻ വന്നു, അന്ത്യകൂദാശ നൽകുകയാണ്. ആ സമയത്ത് മരിക്കാൻ നേരത്ത് അന്ത്യവാചകങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നാണ്. അയാൾ അവസാനം പറഞ്ഞ ഇതാണ്, ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇനി എനിക്ക് സമയമില്ലല്ലോ എന്ന ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അയാൾ മരിച്ചുപോയി. യഥാർത്ഥത്തിൽ വായിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് ഈ പറഞ്ഞത്. ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ ഈ വായന കൊണ്ട് അർത്ഥമൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ SSLC ബുക്ക് വായിച്ചിട്ടോ PSC ഗൈഡ് വായിച്ചിട്ടോ
ഏറ്റവും ജനപ്രിയമായ 5 ലക്ഷം കോപ്പി വിറ്റ പുസ്തകമല്ലേ, ഞാനും അത് വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വന്നാലോ എന്ന് കരുതിയോ വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം അങ്ങനെയാണ് ആളുകൾ വായിക്കുന്നത്. കേരളത്തിലെ ആളുകളോട് പുസ്തകം വായിച്ച കുറച്ച് വർഷം മുമ്പാണെങ്കിൽ പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പുസ്തകമൊക്കെ വായിക്കും. ഏത് പുസ്തകം വായിച്ച്? ഞാൻ ഒരു സങ്കീർത്തനം പോലെ വായിച്ചു എന്ന് പറയും. അപ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തരംഗം അങ്ങ് തീർന്നു. പിന്നെ ആരോട് ചോദിച്ചാലും പറയും ആടുജീവിതമാണ് വായിച്ചത്. അപ്പോൾ ഒരൊറ്റ പോപ്പുലറായിത്തീരുന്ന ഒരു പുസ്തകം മാത്രം. ഇപ്പോൾ ആളുകളോട് ചോദിച്ചാൽ പറയും ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു എന്ന് പറയും. അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ വളരെ ചെറുപ്പക്കാരനായ ഒരു നോവലിസ്റ്റ് എഴുതിയ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റ പുസ്തകമായിരുന്നു. വളരെ ജനപ്രിയ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു സാധാരണ നോവലാണ്. അത് ഞാൻ വായിച്ചു. പക്ഷേ ഈ പുസ്തകങ്ങളൊന്നും തന്നെ ആത്മാവിൽ പ്രകാശം ചൊരിയുന്നില്ല. ആത്മാവിൽ പ്രകാശം ചൊരിഞ്ഞ പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലല്ലോ എന്ന് ഡോൺ കിക്സോട്ടിനെ പോലെ പറയുമ്പോൾ മാത്രമേ വായന യഥാർത്ഥ ലഹരിയാവും. വായന നമ്മുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതും നമ്മളെ മാറ്റിമറിക്കുന്നതും ഒരേ സമയം സാമൂഹിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയവുമായി മാറുന്നത് ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ്. ആ ദിവസമാണ് ഏപ്രിൽ 23. ഈ വാക്യം പറഞ്ഞുകൊണ്ട് മരിക്കുന്ന തല്ലിപ്പൊളി പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് ഭ്രാന്ത് പിടിക്കുകയും യഥാർത്ഥത്തിൽ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്ത ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച സെർവാൻഡസ് എന്ന് പറഞ്ഞ മിഗൽ സെർവാൻഡസ് എന്ന് പറഞ്ഞ നോവലിസ്റ്റിൻ്റെ, സ്പാനിഷ് നോവലിസ്റ്റിൻ്റെ ജന്മദിനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഏപ്രിൽ 23. ഈ നോവലിൻ്റെ ഈ പാരമ്പര്യം, ഈ നോവൽ മാത്രം വായിക്കുക മാത്രമല്ല ഞാൻ പറഞ്ഞത്, നോവൽ ഉൾപ്പെടെയുള്ള എല്ലാത്തരം പുസ്തകങ്ങളും ആണ് മനുഷ്യരാശിയെ ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് മനുഷ്യരാശിയിൽ നമ്മൾ മനുഷ്യരായി തീർന്നത് അടുത്ത കാലത്താണ്. മിഷേൽ ഫൂക്കോ എന്ന് പറഞ്ഞ ഫിലോസഫർ പറയും മാൻ ഈസ് എ റീസെൻറ്റ് ഇൻവെൻഷൻ. മനുഷ്യൻ അടുത്ത കാലത്തുണ്ടായ ഒരു കണ്ടുപിടുത്തം മാത്രമാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം പണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. ദൈവത്തിൻ്റെ പുരോഹിതന്മാർ പറയുന്ന അഭിപ്രായവും ജന്മി പറയുന്ന അഭിപ്രായവും രാജാവ് പറയുന്ന അഭിപ്രായവുമായിരുന്നു മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ. എന്നാൽ ശാസ്ത്രം വികസിച്ചതോടുകൂടി, തത്വചിന്ത വികസിച്ചതോടുകൂടി, രാഷ്ട്രീയം വികസിച്ചതോടുകൂടി മനുഷ്യന് അഭിപ്രായം ഉണ്ടായി വന്നു. അഭിപ്രായം പറയാൻ തുടങ്ങി മനുഷ്യൻ. സത്യത്തെയും നീതിയെയും അവകാശത്തെയും കുറിച്ച് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അഭിപ്രായമുണ്ടായ മനുഷ്യനുണ്ടായതാണ്, അന്നു മുതലാണ് യഥാർത്ഥ മനുഷ്യനുണ്ടായതെന്നാണ് ഫൂക്കോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഭിപ്രായങ്ങളുണ്ടായി സ്വതന്ത്രമായ മനുഷ്യനുണ്ടായത് പുസ്തകങ്ങൾ, ചിന്തിക്കുന്ന പുസ്തകങ്ങൾ, നമ്മളെ പ്രകോപിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടായത് മുതലാണ്. അപ്പോൾ അത്തരം പുസ്തകങ്ങളുടെ വായനയിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം ലഹരി അനുഭവിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പഴയ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ വർഷം കേരളത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം എങ്ങനെയാണ് ഒരു നാടിനെ മാറ്റിമറിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ. മിക്കവാറും സ്കൂൾ ക്ലാസ്സിൽ ജീൻ വാൾജീൻ്റെ കഥ പഠിച്ചു കാണും, ഇല്ലേ? എല്ലാം പഠിച്ചവരല്ല, നമ്മളെല്ലാവരും പഠിച്ചവരാ. ചെറുപ്പക്കാരായ ചിലർ പഠിച്ചു കാണുകയില്ല. അത് വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞ ഫ്രഞ്ച് നോവലിസ്റ്റ്, അദ്ദേഹം നാടകകൃത്തും മഹാകവിയുമാണ്. അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന് പറഞ്ഞ നോവലാണ്. ലേ മിസറാബിൾ എന്ന് ഫ്രഞ്ചിൽ പേരുള്ള അത് ഇംഗ്ലീഷിലും എല്ലാം അതിൻ്റെ പേര് ലേ മിസറാബിൾ എന്നാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, വാട്ടർലൂ യുദ്ധത്തിന് ശേഷം, നെപ്പോളിയൻ്റെ പതനത്തിന് ശേഷമുള്ള സംഭവങ്ങൾ പറയുന്ന ഒരു കള്ളൻ്റെ ജീവിതകഥ ആണ്. ഒരു സ്വന്തം സഹോദരിയുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഒരു റൊട്ടി കഷ്ണം മോഷ്ടിക്കേണ്ടി വന്നു. അത് വലിയ ശിക്ഷയെ കിട്ടിയത് ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിന്. അപ്പോൾ ജയിലിൽ കിടന്നയാൾ ജയിലിൽ ചാടാൻ ശ്രമിച്ചു. അങ്ങനെ 5 തവണ ജയിലിൽ ചാടാൻ ശ്രമിച്ചു. ഓരോ തവണയും പിടിക്കപ്പെട്ടപ്പോഴെല്ലാം ശിക്ഷ വലുതായി. അങ്ങനെ 19 കൊല്ലം അയാൾ ജയിലിൽ കിടന്നു. 19 കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾക്കൊരു മഞ്ഞ കാർഡ് കൂടി കൊടുത്താണ് അയാളെ പുറത്തേക്ക് അയച്ചത്. അതിന് അന്നത്തെ ഫ്രഞ്ച് നിയമം അനുസരിച്ച് എവിടെ ചെന്നാലും, ഏത് ഹോട്ടലിൽ ചെന്നാലും പൊതുസ്ഥലത്ത് ചെന്നാലും ഒക്കെ ഈ മഞ്ഞ കാർഡ് കാണിക്കണം. ഞാനൊരു കുറ്റവാളിയാണ്. ഇത് കാണിക്കാതിരുന്നാൽ അയാൾ പിടിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെയും ജയിൽ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ഈ മനുഷ്യൻ എല്ലായിടവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 19 കൊല്ലത്തിന് ശേഷം അലഞ്ഞ് തിരിഞ്ഞ് ഒരു സത്രത്തിൽ ചെന്നു. ഭക്ഷണം കിട്ടിയില്ല, താമസവും കിട്ടിയില്ല. വിശന്നു വലഞ്ഞ് ഒരിടവുമില്ലാതെ ആ മനുഷ്യൻ ദീഞ്ഞ് എന്ന് പറഞ്ഞ നഗരത്തിലെ ബിഷപ്പിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അപ്പോൾ വളരെ അരിഷ്ടിച്ച് ജീവിക്കുന്ന പരമസാത്വികനും ദരിദ്രനുമായ ഒരാളാണ് മൊസ്യൂ മിറിയേൽ എന്ന് പറയുന്ന ബിഷപ്പ്. ഈ ബിഷപ്പ് അയാൾ അകത്ത് വിളിച്ചു. ബിഷപ്പിൻ്റെ സഹോദരിയും മറ്റ് വീട്ടിലെ ഗവേണേഴ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും അരിഷ്ടിച്ച കളയുന്നു. ബിഷപ്പ് കിട്ടുന്ന പൈസ മുഴുവൻ പള്ളി പ്രവർത്തനത്തിന്, സാധുക്കളുടെ ഉദ്ധാരണത്തിനും ചിലവാക്കുന്നയാളാണ്. അയാളുടെ ഒപ്പം ഇരുത്തി, അവരുടെ ഒപ്പം ഇരുത്തി അയാൾക്ക് ഭക്ഷണം കൊടുത്തു. രാത്രി
വെള്ളി പാത്രങ്ങളൊക്കെ നിരത്തി. ബിഷപ്പിന് ആകെയുള്ള ആർപ്പാട് ഇത്ര മാത്രം, 4 വെള്ളി പാത്രമുണ്ട്, പിന്നെ 2 വെള്ളി കാൻഡിൽസും ഉണ്ട്, മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് വിശിഷ്ടനായ അതിഥിയെ. ഇയാൾ ആരാണെന്നൊന്നും ചോദിച്ചില്ല. രാത്രി അയാൾ ഭക്ഷണം കഴിഞ്ഞ് തളർന്നുറങ്ങിപ്പോയി. അസമയത്ത് ഉണർന്നു. അപ്പോൾ അയാളുടെ ഉള്ളിലെ കള്ളൻ എങ്ങനെ രക്ഷപ്പെടുന്നു, ഈ വെള്ളി കൊണ്ടുപോയി മോഷ്ടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. രാത്രി അയാളത് മോഷ്ടിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. കുറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ പോലീസ് അയാളെ പിടിച്ചുകൊണ്ടുവന്ന് ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബിഷപ്പിൻ്റെ വെള്ളിപ്പാത്രം ഇയാളെ കൊണ്ട് കിടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് മെറിയൽ പറഞ്ഞു, അല്ലല്ല, അത് ഞാൻ അയാൾക്ക് കൊടുത്തതാണ്. എന്നിട്ട് പറഞ്ഞു, ജോങ്വാൽ ഴാങ്, ജീൻവാൽ ജി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമെങ്കിൽ ഫ്രഞ്ച് ഉച്ചാരണം ജാങ്വൽ ഴാങ് എന്നായതുകൊണ്ട് ജാങ്വൽ ഴാങ്, ഞാൻ ആ വെള്ളിക്കാലികൾ കൂടി നിങ്ങൾക്ക് തന്നതാണല്ലോ, അതെന്താ കൊണ്ടുപോകാൻ മറന്നുപോയോ എന്ന് ബിഷപ്പ് ചോദിച്ചു. അപ്പോൾ പോലീസ് അയാളെ വിട്ടു, സമ്മാനിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പശ്ചാത്തപിച്ചു. ക്രൈസ്തവമായ ആ പശ്ചാത്താപത്തിൽ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനാകാൻ തീരുമാനിക്കണം എന്ന്. അയാളൊരു പുതിയ മനുഷ്യനാകാൻ തീരുമാനിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു നഗരത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന മേയറായി അയാൾ മാറുന്നു. അവിഹിത ഗർഭത്തിലുണ്ടായ ഒരു പെൺകുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നു. ഒരു മറിയൂസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുക്കുന്ന ഒരു വിപ്ലവകാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പടുവൃദ്ധനായി കഴിഞ്ഞ് ജോങ്വാൽ ഴാങ് ശ്രമിക്കുന്നു. ഇങ്ങനെ മനുഷ്യസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായി മാറുന്ന ഒരു പെരുങ്കള്ളൻ്റെ കഥയാണ് ഈ നോവൽ ലേ മിസറാബിൾ എന്ന് പറഞ്ഞ നോവൽ പറഞ്ഞത്. 1862 ഈ നോവൽ എഴുതിയത് ഫ്രാൻസിൽ. ഈ നോവൽ ഇറങ്ങിയ ദിവസം അതൊരു വലിയ സംഭവമായിരുന്നു. യൂറോപ്പ് മുഴുവൻ ഞെട്ടിത്തെരിച്ചു. അമേരിക്കയിൽ അന്ന് കോപ്പിറൈറ്റ് നിയമം ഇല്ല. അമേരിക്കക്കാരൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. ലോകത്ത് ആരച്ചടിച്ചാലും അമേരിക്കയിൽ അമേരിക്കയുടെ പുസ്തകത്തിന് മാത്രമേ കോപ്പിറൈറ്റ് ഉള്ളൂ. ആരുടെ പുസ്തകം അടിച്ചാലും അമേരിക്ക പിറ്റേ ദിവസം ഡ്യൂപ്ലിക്കേറ്റ് അടിക്കും. ഏത് പുസ്തകവും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വിൽക്കുമായിരുന്നു. അങ്ങനെ പുസ്തകം ഇറങ്ങിയ ദിവസം തന്നെ ലക്ഷക്കണക്കിന് കോപ്പി വ്യാജപ്പതിപ്പുകൾ വിറ്റഴിഞ്ഞ പുസ്തകം. അന്ന് തൊട്ട് ഇന്ന് വരെയും ലോകത്ത് ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകമാണ്. അപ്പോൾ ബെസ്റ്റ് സെല്ലറുകൾ ഒരു ദിവസം രാവിലെ ഉണ്ടായി 3 കൊല്ലം കൊണ്ട് ആളുകൾ മറന്നു പോകുന്നതല്ല, ഒരു 100 150 കൊല്ലവും നിരന്തരം വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പുസ്തകം ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചൊരു പുസ്തകം. ഈ പുസ്തകം 1925 മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. അതായത് ഒരു പാവങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്ത ആ വിവർത്തനത്തിൻ്റെ 100ാം വാർഷികാഘോഷം കൂടി ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. ഈ വിവർത്തനത്തിൻ്റെ വലിയൊരു പ്രത്യേകത, ഈ നോവലിൻ്റെ പാവങ്ങൾ വിവർത്തനം വരുമ്പോൾ മലയാളത്തിൽ അധികം നോവലൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സി വി രാമപിള്ളയുടെയും ചന്തുമേനോൻ്റെ നോവലുകളും പിന്നെ വളരെ കുറച്ച് നോവലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല എല്ലാം നമ്മുടെ കഥകളാണ്. വിവർത്തനങ്ങളൊക്കെ അന്ന് നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതി ആളുകളുടെ പേരൊക്കെ അങ്ങ് മാറ്റും. സോറാബും റുസ്തവും എന്ന് പറഞ്ഞ കഥ വിവർത്തനം സുഭദ്രനും രാഷ്ട്രനും എന്നൊക്കെ പേരിട്ട് കളയും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ അത് കേസരി ബാലകൃഷ്ണപിള്ള പോലും വിവർത്തനം ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഫ്രഞ്ചും ഇറ്റാലിയനും അമേരിക്കനും ഒക്കെ ആയ പേരുകളെ മലയാളീകരിച്ച്, സ്ഥലപ്പേരുകളൊക്കെ മലയാളീകരിച്ച്, ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഏത് കഥയാണെന്നൊന്നും പിടികിട്ടാതായി പോകും. പക്ഷേ നാലപ്പാട്ട് നാരായണ മേനോൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചില്ല. മേനോൻ അത് ഫ്രഞ്ച് ശൈലിയിൽ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നാണ് അദ്ദേഹം മലയാളം വിവർത്തനം ചെയ്തത്. ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഈ പുസ്തകം ഇറങ്ങിയതിൻ്റെ ഒരു കഥ മാത്രം ഞാൻ പറയാം. ഈ 2 കവികൾ ചേർന്നാണ് മലയാളത്തിൽ നോവൽ ഉണ്ടാക്കിയത്. ഈ ഒരു നോവൽ കേരളത്തിലെ എഴുത്തുകാരെ മാത്രമല്ല സൃഷ്ടിച്ചത്, രാഷ്ട്രീയ പ്രവർത്തകനെ സൃഷ്ടിച്ചു. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞാനും എന്നെപ്പോലുള്ളവരും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമായത് പാവങ്ങൾ, നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങൾ വിവർത്തനം വായിച്ചുകൊണ്ടാണ്. EMS മാത്രമല്ല, ഒരു തലമുറയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഇത് മാറ്റിമറിച്ചു. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ആന്ദ്രേ മാൽറോ എന്ന് പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരനെ കണ്ടപ്പോൾ പറഞ്ഞു, മാൽറോ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ നാട്ടിൽ വിക്ടർ ഹ്യൂഗോയുടെ ഈ ഒരു നോവലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും അധികം സഹായിച്ചുള്ളത്. ഈ നോവലിൻ്റെ വിവർത്തനങ്ങളാണ്. മലയാളത്തിൽ അതുണ്ടാക്കിയ ഒരു മാറ്റത്തിൻ്റെ കഥ ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. EMS എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് ഈ ഒരു പുസ്തകമാണ് എന്നാണ്. ഈ പുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടായ കഥ അതിനേക്കാൾ രസകരമാണ്. ഇംഗ്ലീഷിൽ ഈ പുസ്തകം വായിച്ച് രോമാഞ്ചം അണിഞ്ഞ നാലപ്പാട്ട് നാരായണ മേനോൻ തൻ്റെ പ്രിയമിത്രവും ഗുരുനാഥന് തുല്യനുമായ വള്ളത്തോൾ നാരായണ മേനോന് ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മഹാകവി വള്ളത്തോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ചെവി കേൾക്കലും ഉണ്ടായിരുന്നില്ല, ഉച്ചത്തിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ താൻ വായിച്ച ഇംഗ്ലീഷ് നോവലിൻ്റെ കഥ വളരെ തന്മയത്വത്തോടുകൂടി നാലപ്പാട്ട് നാരായണ മേനോൻ വള്ളത്തോളിന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കും. വള്ളത്തോളിന് ആവേശം കയറി വള്ളത്തോൾ പറഞ്ഞു, നാലപ്പാട്ട് ഇതിനെന്തായാലും വിവർത്തനം ചെയ്യണം. അപ്പോൾ വള്ളത്തോൾ പറഞ്ഞതിൽ എന്ന് കരുതി വിവർത്തനം ചെയ്യാൻ തുടങ്ങി. വിവർത്തനം ചെയ്ത് പുസ്തകം വലിയ പുസ്തകമാണ്.
വിവർത്തനം ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോൾ ഇത് അച്ചടിക്കണം. അന്നത്തെ ഏറ്റവും വലിയ പ്രസാധകർ തൃശ്ശൂരിലെ മംഗളോദയമാണ്. വള്ളത്തോളിൻ്റെ പുസ്തകമൊക്കെ മംഗളോദയം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നേരെ മംഗളോദയത്തിൽ ചെന്നു. അപ്പോൾ മംഗളോദയം പറഞ്ഞു, അന്ന് ഈ പുസ്തകം അച്ചടിച്ച 2500 പേജ് വരും. 2500 പേജുള്ള ഒരു പുസ്തകം 1925 കേരളത്തിൽ പ്രസിദ്ധീകരിക്കുക സാധ്യമായിരുന്നില്ല. അപ്പോൾ മംഗളോദയം പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും പ്രസിദ്ധീകരിക്കാനുള്ള ശേഷിയില്ല, ഇത് വിറ്റുപോകുമെന്ന് അറിഞ്ഞുകൂടാ, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് വളരെ വലുതാണ്, നിങ്ങൾക്ക് പണം ചെലവാക്കാമെങ്കിൽ ഞങ്ങളിത് അച്ചടിക്കാം എന്ന് പറഞ്ഞു. വള്ളത്തോൾ നാരായണ മേനോൻ, നാലപ്പാട്ട് നാരായണ പേരൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആഢ്യമായ പേരുകളേ ഉള്ളൂ. പേരൊക്കെ കേട്ടത്തോന്ന് വീട്ടിൽ 5-6 ആനയൊക്കെ ഉണ്ട് എന്ന്. ഇതൊന്നുമല്ല, തികഞ്ഞ ദാരിദ്ര്യം ഉള്ളവരായിരുന്നു. ആലപ്പാട്ട് നാരായണ മേനോനാകട്ടെ ഒരു ബ്രാഹ്മണ ജന്മിയുടെ, നമ്പൂതിരി ജന്മിയുടെ കുടിയാൻ കൂടിയായിരുന്നു. 16 കൊല്ലം നീണ്ടു നിന്ന ഒരു കുടിയായ്മ കേസിൽപ്പെട്ട് വലഞ്ഞ് നാലപ്പാട്ട് തറവാട് കടം കയറി മുടിയുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അകാലത്തിൽ മരിച്ച് ആകെ ജീവിത ദുരന്തത്തിൽ ആണ്ടു നിൽക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് ഈ പുസ്തകം അച്ചടിക്കേണ്ടത്. അപ്പോൾ വള്ളത്തോൾ പറഞ്ഞു, അച്ചടിക്കാം, പണമില്ല, എൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ഞാൻ ജാമ്യമായി നൽകുന്നു, അതിൻ്റെ ചെലവിൽ നിങ്ങൾക്ക് അച്ചടിക്കാം. 1 കൊല്ലം കൊണ്ട് ഈ പുസ്തകം വിറ്റ് കടം തീർത്തില്ലെങ്കിൽ എൻ്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും അവകാശം മംഗളോദയത്തിനായിരിക്കും. ഇന്നൊരു കവി മറ്റൊരാളിൻ്റെ വിവർത്തനത്തിന് വേണ്ടി അത് ചെയ്യുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വള്ളത്തോൾ സ്വന്തം പുസ്തകങ്ങൾ മുഴുവൻ ജാമ്യമായി കെട്ടിവെച്ചുകൊണ്ട് ആ പുസ്തകം അച്ചടിച്ചു. ആ പുസ്തകം കൃത്യം 100 കൊല്ലം മുമ്പ് 1925 ഏപ്രിൽ 26 എന്ന് പറഞ്ഞ ദിവസം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. വള്ളത്തോൾ അവിടെ നിർത്തിയില്ല. ഈ പുസ്തകം വിറ്റ് തീർക്കണ്ടേ. വള്ളത്തോൾ നാലപ്പാട്ട് നാരായണ മേനോനെയും കൂട്ടി ഒരു വേലക്കാരനെയും കൊണ്ട് ഈ പുസ്തകം തലയിൽ ചുമന്ന് കേരളം മുഴുവൻ നടന്നു പുസ്തകം വിൽക്കാൻ. വള്ളത്തോൾ സ്വന്തം പുസ്തകം വിൽക്കാൻ നടന്ന് വിറ്റ ആളാണ്. അപ്പോൾ ഇങ്ങനെ പല ആളുകളുടെ അടുത്തും ചെന്നപ്പോൾ ഇങ്ങനെ പലയിടത്തും അങ്ങനെ വഴിയിൽ വെച്ചാണ് അന്ന് കൗമാരക്കാരനായിരുന്ന EMS കാണുന്നത്. EMS കണ്ട പുസ്തകം വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് 3 രൂപയാണ് ഒരു പുസ്തകത്തിൻ്റെ വില. EMS അടിച്ചേൽപ്പിച്ചു ഒരു 3 രൂപ. EMS അങ്ങനെ വീട്ടിൽ നിന്ന് കണ്ട് പൈസ കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ EMS പിന്നീട് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ലേ പുസ്തകം വായിക്കാനെന്ന്. പക്ഷെ പിന്നീട് വായിച്ചപ്പോൾ അതെന്നെ പതുക്കെ പരിവർത്തിപ്പിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളി വായിച്ചിട്ടുണ്ട്. അത് നമ്മളെ ഹൃദയത്തിൽ വികാരങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഒരു സമൂഹത്തെ മാറ്റാൻ ഈ വിവർത്തനത്തിന് കഴിഞ്ഞു. ഇങ്ങനെ പലയിടവും കൊണ്ട് നടന്നപ്പോൾ തിരുവനന്തപുരം വരെ അദ്ദേഹം പുസ്തകം വയ്ക്കാൻ വന്നിട്ടുണ്ട്. ചില ജന്മിമാരുടെ അടുത്ത് നിന്ന് 10 പുസ്തകമൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ എന്ന് വെച്ചാൽ അവരാരും ഇത് വായിക്കാൻ പോണില്ല, പുസ്തകം വിറ്റ് പൈസ കിട്ടിയേ പറ്റും. അങ്ങനെയൊരു കഥ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചെന്ന് വൈദ്യരത്നം PS വാര്യരെ കണ്ടു. PS വാര്യർക്ക് ഒരു പുസ്തകം വിറ്റു, 3 രൂപ വാങ്ങിച്ചു. അല്പം കഴിഞ്ഞ് ഒരു പുസ്തകം കൂടെ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ദിവസം വൈദ്യരത്നം PS വാര്യർ എന്ന പേരിലാണ് കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ പുസ്തകം കൊടുത്തപ്പോൾ PS വാര്യർ ചോദിച്ചു, ഇതാർക്കാന്ന് ചോദിച്ചു. ഇത് വൈദ്യൻ PS വാര്യർക്കാണ്. അപ്പോൾ മൂന്നാമതൊരു പുസ്തകം കൂടെ കൊടുത്തു. ഇത് പറഞ്ഞ് വേറെന്തോ ഒരു അഡ്രസ്സ് പറഞ്ഞു. അപ്പം ഇനി ഒരെണ്ണം കൂടി വേണമെന്ന് PS വാര്യർ തന്നെ പറഞ്ഞു. അപ്പോൾ വള്ളത്തോൾ ചോദിച്ചു, അതെന്തിനാ ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞു. അത് കഴകക്കാരൻ വാര്യർക്കാന്ന് പറഞ്ഞു. കഴകാണല്ലോ, അത് കൂടി ഇരുന്നോട്ടേന്ന്. PS വാര്യർ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, വള്ളത്തോൾ നാരായണ മേനോൻ വന്നിരുന്നു, പാവങ്ങൾക്ക് 10 രൂപ കൊടുത്തു. വലിയ തുകയാണ് 10 രൂപ. 1925 4 പുസ്തകം വാങ്ങിച്ചതിൻ്റെ. ഇങ്ങനെ കേരളത്തിലുടനീളം നടന്ന് പുസ്തകം വിറ്റാണ് ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. ആ ഒരൊറ്റ കൊല്ലം കൊണ്ട് പുസ്തകം വിറ്റ് തീർത്തു, പൈസ കൊടുത്തു. 2 വോള്യം കൂടി 27-ലും 28-ലുമായിട്ട് പാവങ്ങളുടെ അടുത്ത വോള്യങ്ങൾ കൂടി അച്ചടിച്ചു. മൊത്തം 2500 പേജ്, 2498 പേജുള്ള ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ മഹത്തായ വിവർത്തനം മലയാളത്തിലിറങ്ങി. അത് കേരളത്തിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുഴുവൻ മാറ്റിമറിച്ചു. പുതിയൊരു തലമുറ എഴുത്തുകാരെ സൃഷ്ടിച്ചു. അതുവരെ CV രാമൻപിള്ളയുടെയും ഓച്ചന്തുമേനോൻ്റെയും കുലീനരായ നായികാനായകന്മാരും രാജകൊട്ടാരങ്ങളും വലിയ ആഢ്യമായ നായർ തറവാടുകളും ഒക്കെയാണ് നോവലിലുണ്ടായിരുന്നത്. മനുഷ്യർ പാർക്കുന്ന ഇടങ്ങൾ നോവലിലുണ്ടായിരുന്നില്ല. സാധാരണ മനുഷ്യൻ, കള്ളൻ, വ്യഭിചാരി, കർഷകൻ, തെണ്ടി ഇവരൊന്നും സാഹിത്യത്തിൻ്റെ വരേണ്യ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പാവങ്ങൾ ഒരു കള്ളൻ്റെ കഥയായിരുന്നു, വ്യഭിചാരിണിയായി തീർന്ന ഒരു സ്ത്രീയുടെ കഥയാണ്, ഒരു അനാഥ പെൺകുട്ടിയുടെ കഥയാണ്, വിപ്ലവത്തിൻ്റെ കഥയാണ്. ഇതിലൂടെ ഒരു പുതിയ തലമുറ നോവലിസ്റ്റുകൾ മലയാളത്തിൽ നാലപ്പാട്ടിൻ്റെ വിവർത്തനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. തകഴി ശിവശങ്കരപ്പിള്ള, P കേശവദേവ് എന്നീ പേരുകളിൽ പിൽക്കാലത്ത് വിശ്രുതരായ എല്ലാ ഈ നോവലിസ്റ്റുകളും ഈ ഒരൊറ്റ വിവർത്തനത്തിൽ നിന്നാണ് ഉണ്ടായത്. വായന എങ്ങനെയാണ് ഒരു സമൂഹത്തെ അപ്പാടെ മാറ്റിമറിച്ചത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ 100-ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു നോവലിൻ്റെ, വിശ്വവിശ്രുതമായ ഒരു നോവലിൻ്റെ വിവർത്തനത്തിൻ്റെ 100-ാം വർഷം മലയാളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ ജീവിതത്തെയും സംബന്ധിച്ച്
എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വായനയിലൂടെയാണ് മലയാളി നാളിതുവരെയും മുന്നോട്ട് നീങ്ങി വന്നിട്ടുള്ളത്. ആ വായനയാണ് നമ്മളെ ലഹരി പിടിപ്പിച്ചുകൊണ്ട്, ഈ വായനയാണ് നമ്മുടെ സാമൂഹിക മാറ്റങ്ങൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങൾക്കുമെല്ലാം വലിയ പരിവർത്തനങ്ങൾ, വലിയ വാതായനങ്ങൾ തുറന്നു തന്നത്. ഈ വായനയുടെ വെളിച്ചം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ പലരും ഈ വായനയുടെ വെളിച്ചം കൊണ്ടാണ് ഈ സദസ്സിൽ ഞാൻ പറയുന്ന ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം. എനിക്കൊരു ഒരു 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 അപേക്ഷ ഈ സംഘാടകരുടെ മുമ്പിൽ, ഈ ലൈബ്രറിയുടെ സെക്രട്ടറിയായ രാധാകൃഷ്ണൻ്റെ മുമ്പിൽ വയ്ക്കാനുണ്ട്. അത് ഞാൻ തിരുവനന്തപുരത്താണ് പ്രീ ഡിഗ്രി ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ആർട്സ് കോളേജിൽ പഠിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലം ആയിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ വാൻഡ്രസ് ജംഗ്ഷനിലെ സോവിയറ്റ് കൾച്ചർ സെൻറ്ററിൻ്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നു നിന്നത്. ഭൂപടത്തിലൊരു വലിയ മാപ്പ് എന്നുള്ളതിനേക്കാൾ അവിടുത്തെ ലൈബ്രറിയുടെ രൂപത്തിലാണ് എനിക്ക് സോവിയറ്റ് യൂണിയൻ അനുഭവപ്പെട്ടുകൊണ്ടേ ഇരുന്നത്. അല്ലാതെ ബ്രഷ്നേവിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് മമതയൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് ബ്രഷ്നേവിനെ കുറിച്ച് വലിയ വിവരമില്ലാത്തത് കൊണ്ടുകൂടി ആയിരിക്കും. എന്തായാലും ഞാൻ ആ ലൈബ്രറിയിൽ ഒരു മെമ്പറായിരുന്നു. ഞാൻ റഷ്യൻ ഡിപ്ലോമയൊക്കെ ഒന്ന് പഠിക്കണമെന്ന് എനിക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. എൻ്റെ പ്രീ ഡിഗ്രി കാലം മുഴുവൻ അവിടെയാണ് ഞാൻ വായിച്ചത്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പലരും പങ്കുവയ്ക്കുന്ന ഒരു കുട്ടിക്കാലത്ത്, യഥാർത്ഥത്തിൽ ബാലസാഹിത്യത്തിന് അർത്ഥമുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്ന അതിമനോഹരങ്ങളായ പുസ്തകങ്ങളിലൂടെയാണ്. മരിച്ചാലും ഞാൻ മറക്കാത്ത ഒരു പുസ്തകമുണ്ട്. ബി സുതിയേവ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എഴുതിയ കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന പുസ്തകം. നമ്മുടെ എൻ്റെ കുട്ടിക്കാലത്തെയും ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുട്ടിക്കാലത്തെ രൂപപ്പെടുത്തിയതിൽ വളരെ ചെറിയ 2 രൂപ 1 രൂപ വിലയ്ക്കൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത 2 ആളുകളുടെ ആ ബാലസാഹിത്യം അതിമനോഹരമായ കടലാസിൽ അതിമനോഹരമായ ഇലസ്ട്രേഷനിൽ, ആ ഇലസ്ട്രേഷൻ കേരളത്തിൽ ഇന്നുമില്ല. കുട്ടികളുടെ പുസ്തകമൊക്കെ മുതിർന്നവർക്ക് വേണ്ടിയതുപോലെയാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതിമനോഹരമായി ഇലസ്ട്രേറ്റ് ചെയ്ത ആ പുസ്തകങ്ങൾ ചെറിയ വിലയ്ക്കാണ് സോവിയറ്റ് യൂണിയൻ, ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സാംസ്കാരിക വിതരണത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. എൻ്റെ ശീതയുദ്ധത്തിൻ്റെ രാഷ്ട്രീയം അതിലുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾ ആ കഥകൾ വായിച്ചാണ് വളർന്നത്. ഒരു വലിയ തലമുറയെ ആ ബാലസാഹിത്യ കൃതികൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ല, കോപ്പിറൈറ്റ് ആർക്ക് കൊടുക്കണം എന്നില്ല. റഷ്യക്കാണ് അവയുടെ സാംസ്കാരിക അവകാശമെങ്കിലും കേരളത്തിലെ എത്രയെങ്കിലും പ്രസാധകർ ആരോടും കോപ്പിറൈറ്റ് വാങ്ങാതെ ഈ കുട്ടിക്കഥകളും ചിത്രങ്ങളും ഫാക്സ്മിലൈസ് ചെയ്ത് അതേപടി കളറിൽ പ്രിൻ്റ് എടുത്ത് അതേപടി പ്രസിദ്ധീകരിക്കുന്നു. എങ്കിലും ആ പഴയ സോവിയറ്റ് പുസ്തകങ്ങളുണ്ടല്ലോ, അവയുടെ ഗുണമില്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് 2 പേരിൽ നിങ്ങളിൽ പലർക്കും പരിചിതരായിരിക്കും. ഒന്ന് ഗോപാലകൃഷ്ണൻ, മോസ്കോ ഗോപാലകൃഷ്ണനും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പത്നി ഓമനയും. ഈ 2 പേരും എനിക്ക് ഗോപാലകൃഷ്ണൻ സാർ തന്നെ അവസാന കാലത്ത്, അദ്ദേഹം ഇതെല്ലാം മടങ്ങി ഒന്ന് പ്രശാന്ത് നഗറിൽ താമസിക്കുന്ന കാലത്ത്, ഞാൻ എൻ്റെ റഷ്യൻ ഭാഷ കൺസൾട്ടൻ്റായിട്ട് സാറിനെ വെച്ചിരുന്നു. എനിക്ക് വായിക്കുമ്പോൾ സംശയങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ പുസ്തകങ്ങൾ മുഴുവൻ ഒരുപാട് പേരുടെ പേഴ്സണൽ ലൈബ്രറികളിൽ ചിലത് നശിച്ചു പോയി കാണും, നഷ്ടപ്പെട്ടു പോയി കാണും. പ്രഭാത് ബുക്ക് ഹൗസിൽ ഇപ്പോൾ ഒന്നും ഇല്ല. ഈ ലൈബ്രറിക്ക് പറ്റുമെങ്കിൽ ആ സോവിയറ്റ് കൃതികൾ മുഴുവൻ ഒരുപാട് വ്യക്തിപരമായ ശേഖരങ്ങളിൽ ഇരിക്കുകയും അടുത്ത തലമുറ ചിലപ്പോൾ ഭാരം കൊണ്ട് വീട്ടിൽ സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനിരിക്കുന്ന ആ ബാലസാഹിത്യ കൃതികളും ഗോപാലകൃഷ്ണനും ഓമനയും വിവർത്തനം ചെയ്തതായ ആ പഴയ സോവിയറ്റ് സാഹിത്യകൃതികളും ആ പുസ്തകങ്ങൾ മുഴുവൻ അപ്പാടെ ശേഖരിക്കാൻ നിങ്ങളുടെ ലൈബ്രറിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഭാവിക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സംഭാവന. KV സുരേന്ദ്രനാഥിൻ്റെ പേര് ചിരകാലം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ പഴയ സോവിയറ്റ് കൃതികൾ മലയാളത്തിൽ സോവിയറ്റ് യൂണിയൻ റാദുക പബ്ലിക്കേഷൻസിൻ്റെയും പ്രോഗ്രസ് പബ്ലിക്കേഷൻസിൻ്റെയും പേരിൽ പ്രസിദ്ധീകരിച്ച അതിഗംഭീരങ്ങളായ അതിമോഹനങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ആ പുസ്തകങ്ങളെ മുഴുവൻ ശേഖരിച്ച്, അതിനൊരു വലിയ ക്യാമ്പയിൻ തന്നെ വേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പുസ്തകങ്ങൾ നിങ്ങൾ മുഴുവൻ ശേഖരിക്കണം. നിങ്ങളുടെ പാർട്ടി വൃത്തങ്ങളിലും നിങ്ങളുടെ സൗഹൃദ വൃത്തങ്ങളിലും എല്ലാം അതിനുവേണ്ടിയുള്ള സന്ദേശങ്ങൾ അയച്ചാൽ ഞങ്ങളത് സ്വീകരിച്ചു കൊള്ളാം. സംഭാവന വാട്സാപ്പ് മതി ഇന്നത്തെ കാലത്ത്. സംഭാവന അങ്ങനെ ചെയ്യുന്നത് കേരളത്തിൻ്റെ പുസ്തക സംസ്കാരത്തിന് ഈ ട്രസ്റ്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സംഭാവനയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനും പിൽക്കാലത്ത് വളർന്നു വലുതായപ്പോൾ സർവാന്തസിനെ വായിക്കാനും ഷേക്സ്പിയറിനെ വായിക്കാനും ഗാർസിയ മാർക്കേസിനെ വായിക്കാനും ഇന്ത്യയിലെ മഹാന്മാരെ എഴുത്തുകാരെ വായിക്കാനുമുള്ള ശേഷികൾ തന്നത് ഈ മഹത്തായ പുസ്തകമാണ്. ദസ്തയേവ്സ്കിയിലേക്ക് ഞാൻ പോയത്, ടോൾസ്റ്റോയിലേക്ക് ഞാൻ പോയത് ഈ സുതിയേവിൻ്റെ കഥകളിലൂടെ ആണ്. സുതിയേവിൻ്റെ ആ കുട്ടിക്കഥകളും ചിത്രങ്ങളും ഞാനത് മുഴുവൻ സ്കാൻ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലം വായിക്കാൻ മറ്റൊന്നും രേഖകളൊന്നും അവശേഷിച്ചിട്ടില്ല.
കുട്ടിക്കാലത്തിന് ചിത്രങ്ങൾ പോലുമില്ല. എന്നാൽ എനിക്ക് വേണ്ടിയുള്ള എൻ്റെ കുട്ടിക്കാലത്തെ സുത്തിയേവ് വരച്ചിട്ടുണ്ട്, ആ സോവിയറ്റ് പുസ്തകങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രവർത്തനം കൂടി ഈ ട്രസ്റ്റിൽ നിന്ന് കഴിയും എന്നാണ് എൻ്റെ വിചാരം. വായന ലഹരിയായിത്തീരുന്നത് അത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നായിത്തീരുമ്പോഴാണ്. ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നു, ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നു, ഒരു വ്യക്തിയുടെ മാറ്റം, ഒരു വ്യക്തിയുടെ മാനസികമായ പരിവർത്തനം ഒരു സമൂഹത്തെയും രാഷ്ട്രീയത്തെയും മുഴുവൻ മാറ്റുകയും ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റുകയും ചെയ്യുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കാരണം പുസ്തകത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞാൻ ഇതുവരെയും താണ്ടി വന്നത്, എന്നെപ്പോലെ അനേകായിരങ്ങളുണ്ട് പുസ്തകത്തിൻ്റെയും വായനയുടെയും വെളിച്ചത്തിലൂടെ ഈ ലോകത്തിലെ എല്ലാ ക്ലേശങ്ങളും കഷ്ടനഷ്ടങ്ങളും നീന്തിപ്പോയവർ. ഞങ്ങളെ അത്തരം സാധാരണ വായനക്കാരേക്കാൾ മഹാന്മാരായ മനുഷ്യരാകട്ടെ ആ വായനയിലൂടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചു, രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെ അവർ മാറ്റിമറിച്ചു. അങ്ങനെ പുസ്തകം മതങ്ങൾക്കൊരു ആരാധ്യ വസ്തുവായിരിക്കാം, എന്നാൽ മതങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്ന മതനിരപേക്ഷരായ മനുഷ്യർക്കാകട്ടെ അവരുടെ കർമ്മശേഷിയുടെയും ജീവിതത്തിലെ പരിവർത്തനത്തിൻ്റെയും മുന്നോട്ടുള്ള പോക്കിൻ്റെയും ഏറ്റവും വലിയ ദീപങ്ങളാണ്, അല്ലെങ്കിൽ ദീപശിഖകളാണ് പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ, നിരന്തരമായ പുസ്തകങ്ങളുടെ വായനയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതൊരു മാസത്തോളം പ്രഭാഷണ പരമ്പരയുടെ തുടക്കമാണിതെന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇത് തുടങ്ങുമ്പോൾ നമ്മൾ പരിഭ്രമിക്കണം. കാര്യം ഈ ആദ്യമുള്ളവൻ്റെ കൈയുടെ ഐശ്വര്യം പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്നാണ് അതുകൊണ്ട് എന്തായാലും ഉത്തരോത്തരം ഇതിന് വളർച്ചയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും പുസ്തകം വായന ആർക്കെങ്കിലും മടുത്തു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആവേശത്തോടെ നിങ്ങൾക്ക് തുടങ്ങാൻ ഇത് പ്രേരണയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.